ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നലെയൊക്കെ ഒത്തിരി പേര് ചെയ്ത ഒരു വീഡിയോ ആണ് ജാസ്മിൻ ജാഫറിന്റെ ഒക്കെ ഒരു സോപ്പിന്റെ പരസ്യം. ജാസ്മിൻ അല്ല, അമല പോളുണ്ട്, മറ്റേ ആദ്യം ചെയ്തത് ഷാനവാസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അത് ഷാനവാസ് ശരീരത്തിലേക്ക് നല്ലപോലെ തേച്ച് പതപ്പിച്ചൊക്കെ കാണിച്ച ഒരു പരസ്യം ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യകാലത്ത്. പിന്നീട് ഇങ്ങോട്ട് അമല പോൾ അങ്ങനെ സെലിബ്രിറ്റീസ് ഒക്കെ ഒത്തിരി പേര് റംസാൻ അവരൊക്കെ ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അവർ പറയുന്ന ഒരു മാജിക് സോപ്പ്, ഗർ എന്ന് പറയുന്ന ഒരു മാജിക് സോപ്പ്, വെയിലത്ത് പോയിട്ട് വന്നിട്ട് നമ്മൾ തേച്ചാൽ മതി, അപ്പോൾ നമ്മുടെ ആ ടാനൊക്കെ അങ്ങ് റിമൂവ് ആവുമെന്നും പറഞ്ഞൊക്കെയുള്ള പരസ്യമാണ്. വേനൽക്കാലങ്ങളിൽ ആണല്ലോ. അപ്പൊ പിന്നെ ഇത് പറയും. പിന്നെ കഴുതപ്പാലൊക്കെ ഉണ്ടെന്ന് പണ്ട് ക്ലിയോപാട്ര സൗന്ദര്യത്തിന്റെ ഏറ്റവും അവസാന വാക്കല്ലേ, ക്ലിയോപാട്ര കഴുതപ്പാലിൽ കുളിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ ഒരേ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് താങ്ങുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കഴുതപ്പാലെന്നൊക്കെ. ഏതായാലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർ ചെയ്യും. പക്ഷെ നമ്മുടെ സ്വീകരണ മുറിയിലിരിക്കുന്ന ടി വിക്കകത്ത് വന്ന് ലാലേട്ടനാണേലും മമ്മൂക്കയാണേലും സിനിമാക്കാര് എന്തെല്ലാം കൊട്ടിഘോഷിച്ചിട്ടുള്ള പരസ്യം ചെയ്യുന്നത്, ആ പരസ്യം കണ്ട് അപ്പൊ തന്നെ അത് കണ്ട് വിശ്വസിച്ച് ഓടിപ്പോയി അതങ്ങ് വാങ്ങുക എന്നുള്ള രീതി നമുക്കില്ല. അതിനെ നമ്മൾ ഒരു പരസ്യമായിട്ട് അങ്ങ് തള്ളിക്കളയും. പക്ഷെ ആ പ്രോഡക്റ്റ് എന്താ ഇപ്പൊ ഇന്ദുലേഖ എന്നൊക്കെ പറയുന്ന അതൊക്കെ നമ്മളെ പരിചയപ്പെടുത്തുന്ന അനൂപ് മേനോനെങ്ങാണ്ടായിരുന്നു തോന്നുന്നു ആദ്യകാലത്ത് ഇന്ദുലേഖയുടെ. അപ്പൊ ആ സംഭവം അങ്ങനെയുണ്ട് എന്നുള്ളത് അവര് നമുക്ക് ചെയ്യുന്ന ഉപകാരം. നമുക്ക് അറിവില്ലാതെ പോകണ്ട, നമുക്ക് അറിവുണ്ടാക്കി തരുന്നുണ്ട് അവര് സിനിമാത്തക്കാര്. പക്ഷെ എന്നാലും അവര് പറയുമ്പം അവരെ നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെയാണ്. എന്നാലും നമ്മളത് പരസ്യമായിട്ടങ്ങ്, അതായത് ഒരു പരസ്യം എന്നുള്ള രീതിയിലാണ്, പരസ്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് അവര് പൈസ മേടിച്ച് ചെയ്യുന്നതാണ്, പരസ്യമാണ്, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു ബോധം നമുക്കുണ്ട്. പക്ഷെ ഇവിടെ കുറെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ കണ്ണിലുണ്ണി എന്നൊക്കെ പറയുന്ന പോലെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ജാസ്മിൻ ജാഫർ എന്തെല്ലാം തരികട പരിപാടി ഒപ്പിച്ചാലും ജാസ്മിനെ അമിതമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ്. ജാസ്മിന്റെ സംസാരം കാണാൻ അങ്ങനെയാ ഇഷ്ടം. ജാസ്മിന്റെ സ്വഭാവം എനിക്ക് അത്ര ഇഷ്ടമല്ല. മൊത്തത്തിൽ പുള്ളിക്കാരത്തി ആരും പറഞ്ഞാൽ അനുസരിക്കല്ലാതെ തോന്നിയാസം പോയി ഇപ്പൊ ഡിപ്രഷൻ അടിച്ച് വന്നിരുന്നൊരു വീഡിയോ ചെയ്ത് എനിക്ക് വീഡിയോ വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. എത്ര പറഞ്ഞാലും എനിക്ക് സാധിക്കുന്നില്ല. പിന്നെ ഒരു 1500 വട്ടം ഞാൻ സിംഗിളാണേ ഇങ്ങനെ പറയേണ്ട ദുരവസ്ഥ, അതൊരു ദുരവസ്ഥയാ. ഞാൻ സിംഗിളാണേ എന്ന് പറയണ്ട ആ അവസ്ഥ കൊണ്ട് എത്തിച്ച. എന്നിട്ട് ഡിപ്രഷന് മരുന്ന് ഒരു ഡോക്ടറെ കഴിച്ചു, അത് ഏറ്റില്ല. രണ്ടാമത്തെ ഡോക്ടറെ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുക, അത് കുറച്ച് കേൾക്കും. അപ്പൊ ഇനി ഞാൻ വീട്ടിലൊക്കെ പോയി വ്ളോഗ് എടുക്കാന്നൊക്കെ പറഞ്ഞ് ഒരു വ്ളോഗ് ഇട്ടിരുന്നു. അതിനുശേഷം ശരിയാണ്, ഇപ്പൊ വീട്ടിലൊക്കെ പോയി അനിയനും ഒക്കെ ആയിട്ട് വ്ളോഗൊക്കെ ഇട്ട് ഒപ്പിച്ചൊപ്പിച്ച് പോകുന്നുണ്ട്. കാരണം പക്ഷെ അവിടെയും പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്ന എല്ലാരും കമന്റ് ബോക്സിൽ പഴയ ജാസ്മിനായിട്ട് തിരിച്ചു ഒരു വ്ളോഗ് എടുക്കും. ജാസ്മിന്റെ ആ സംസാര ശൈലിയിലാണ് ജാസ്മിനെ ആൾക്കാർ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനെയായിരുന്നു ഇഷ്ടം. അതുകൊണ്ടൊക്കെ തന്നെയാണ് മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയതിന്റെയൊക്കെ കാര്യം അതാണ്. സംസാര ശൈലി കൊണ്ട് ഇഷ്ടപ്പെടുത്തിയാലും ജനങ്ങൾക്ക് ഇഷ്ടമായാലും പിന്നീട് അങ്ങോട്ടുണ്ടായ പ്രവൃത്തി കൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലേക്കാണ് പുള്ളിക്കാരത്തി നീങ്ങി. ആദ്യകാലത്ത് നിങ്ങൾ ജാസ്മിനെ പറ്റി പറയുമ്പോൾ ഓർക്കുന്നുണ്ടോ, വെളുത്തിട്ട് പാറട്ടെന്നും പറഞ്ഞ ഒരു ക്രീമിനെ വല്ലാതെ അങ്ങോട്ട് പ്രൊമോട്ട് എന്ത് സാധനം അത് എന്താന്ന് തുറന്നു നോക്കാതെ പോലും പുള്ളിക്കാരത്തി അതെടുത്തിട്ട് അവര് ആ കമ്പനി എന്താണോ പറയുന്നത് ആ വാചകം എഴുതി പഠിച്ചതിന് ശേഷം പുള്ളിക്കാരത്തി അത് അഭിനയിച്ച് തകർത്ത് വിടും. അത് ഉറപ്പുള്ള കാര്യമാണ്, അത് അങ്ങനെയാണ്. അപ്പൊ അത് എന്താന്ന് യൂസ് ചെയ്ത് പോലും നോക്കുകയല്ല. പക്ഷെ ഞാൻ 3 ആഴ്ച യൂസ് ചെയ്ത്, ഞാൻ 4 ആഴ്ച യൂസ് ചെയ്ത്, ഇങ്ങനെയൊക്കെ പറയും. ഇതെല്ലാം കൂടെ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് നമുക്കറിയാലോ. ഡെയിലി ഉണ്ട് പ്രൊമോഷൻ, ഓരോ സാധനത്തിന്റെ പെയ്ഡ് പ്രൊമോഷൻ ഡെയിലി ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഈ 3-4 മാസം കൊണ്ട് എങ്ങനെ ഉപയോഗിക്കാൻ? ഏത് പ്രൊഡക്റ്റിന്റെ റിസൾട്ട് അറിയണമെങ്കിൽ ഒരു 3 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വ്യാജമല്ലാതെ പറയുന്ന ആൾക്കാരും യൂട്യൂബേഴ്സും ബ്യൂട്ടി വ്ളോഗേഴ്സും ഉണ്ട് കേട്ടോ ഇതിന്റെ ഇടയ്ക്കൂടെ. അപ്പൊ ജാസ്മിനെ സംബന്ധിച്ച് ജാസ്മിൻ വെളുത്തിട്ട് പാറട്ടെന്നും പറഞ്ഞൊരു സംഭവം കൊണ്ട് വന്നതാണ്. അത് ഇവിടെ എല്ലാവരും എടുത്ത് കിഡ്നിയൊക്കെ പോയെന്നും പറഞ്ഞ് ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്ത ആൾക്കാർ. അപ്പൊ അത് ചെയ്ത അതിന്റെ പരസ്യം ചെയ്ത ജാസ്മിനെതിരെ യൂട്യൂബേഴ്സ് റിയാക്ഷൻ ചാനൽ വീഡിയോ ഇട്ടപ്പോൾ നേരെ അവരുടെ എല്ലാം അടയ്ക്കാൻ വേണ്ടി DGPക്ക് കൊണ്ട് കേസ് കൊടുത്തിട്ട് എല്ലാവർക്കും ആയിട്ട് കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടു. എടുത്തവരെല്ലാം വീഡിയോ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ അവരിലൊക്കെ കേസാകുന്നു. അന്ന് ധൈര്യത്തോടു കൂടി റിമൂവ് ചെയ്യില്ല, നീ എന്താണ് ചെയ്യടിയെന്ന് പറഞ്ഞ യൂട്യൂബേഴ്സ് കൂടെയുണ്ട്. ഇപ്പൊ അടുത്ത് വന്നിട്ട് ഇവരെല്ലാം ചെയ്ത ധൈര്യത്തിൽ പുള്ളിക്കാരത്തി ഈ മാജിക് സോപ്പിന്റെ പരസ്യം പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് കേൾക്കാം. അവരുടെ പോസിറ്റീവ് റിവ്യൂസ് ഷെയർ ചെയ്ത് ഞാൻ കണ്ടു. ഇനിയിപ്പോ ആ കൂട്ടത്തിൽ എന്റെയും കൂടെ ആവട്ടെ. ഇനിയിപ്പോ 1-2 ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഒന്നും വന്നില്ല എന്ന് ആരും പരാതി പറയരുത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ മാജിക് പോലെ റിസൾട്ട് വരും. എനിക്ക് വന്ന പോലെ ഒന്നും ഇല്ലാതെ ഞാൻ ഓൺലൈനിൽ കണ്ടൊരു പ്രൊഡക്റ്റ് ആട്ടോ ഇത്.
ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ മാരക റിസൾട്ട് ഒന്നും എനിക്ക് ഉണ്ടായില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വിസിബിൾ റിസൾട്ട് കാണാനും നമ്മുടെ ഡെഡ് സ്കിൻ മാറ്റാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ സോഫ്റ്റ് സൈഡ്, അത് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്ത് നറിഷ് ചെയ്ത് സോഫ്റ്റ് ആക്കി ഫ്രഷ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കും. പ്രീമിയം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സാൻഡൽവുഡ്, സാഫ്രോൺ, കോക്കനട്ട് ഓയിൽ, ഗോട്ട് മിൽക്ക് തുടങ്ങിയവയാണ് ഈ മാജിക് സോപ്പിൽ അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഫ്രാഗ്രൻസ് സൂപ്പർ റിഫ്രഷിംഗ് ആണ്. ഇത് യൂസ് ചെയ്താൽ പിന്നെ പെർഫ്യൂം പോലും വേണ്ടി വരില്ല കേട്ടോ. ഇനിയിപ്പോൾ 1-2 ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഒന്നും വന്നില്ല എന്ന് ആരും പരാതി പറയരുത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ മാജിക് പോലെ റിസൾട്ട് വരും. ഇവിടെ ഇപ്പൊ ജാസ്മിന് ചോദിക്കാൻ ഞാൻ മാത്രമല്ലല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത്, അമലാപ്പോളൊക്കെ പറഞ്ഞു. അമലാപ്പോളൊക്കെ പറഞ്ഞിരിക്കുന്ന ആത്മാർത്ഥം എന്ന് കേൾക്കണം. അതുകൂടെ ഒന്ന് കേട്ടേര് നിങ്ങള്. വർഷങ്ങളായിട്ടുള്ള ഈ ടാൻ DIY മാസ്ക് വെച്ചിട്ട് പോകാൻ പാടാണ്. അത് മാത്രമല്ല ഡെയിലി അത് ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഗെറ്റ്സ് മെസ്സി ആൻഡ് കുറച്ച് ഇൻകൺവീനിയന്റ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അടിപൊളി പ്രാക്ടിക്കൽ നല്ല റിസൾട്ട് തരുന്ന ഒരു സൊല്യൂഷൻ വന്നത്. ഘർ സോപ്പ് ഹാൻഡ് മെയ്ഡ് ആണ്. അതിന്റെ മാജിക് സോപ്പാണ് ഇത്. ഇത് ഒരു 2 weeks ആയി ഞാൻ യൂസ് ചെയ്യുന്നു ആൻഡ് ഗൈസ് ഐ എം ആക്ച്വലി സീയിങ് ഗുഡ് റിസൾട്ട്. ടാൻ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഏതോ ഹിന്ദിക്കാരുണ്ടാക്കിയ തരിയുടെ കമ്പനിയാണ്. പക്ഷെ അവർക്കറിയാം കേരളത്തിൽ കുറെ മണ്ടന്മാരിങ്ങനെ ഈ നിറത്തിന് വേണ്ടി വെളുപ്പെന്നും പറഞ്ഞ് മരിച്ചു കിടക്കുന്ന കുറെ ആൾക്കാരുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് കുറെ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ കാശ് തന്നാൽ മതി, നിങ്ങൾ കാശ് തന്നാൽ മതി, ഞങ്ങൾ മലയാളി മണ്ടന്മാരെ മണ്ടികളെയും പറ്റിച്ചോളാം, അവർക്ക് എന്നെ ഞങ്ങളെ വിശ്വാസമാണ്, ഞങ്ങൾ പറഞ്ഞാൽ അവരിത് മേടിച്ചോളും എന്നും പറഞ്ഞുള്ള കുറെ സെലിബ്രിറ്റീസ് ഉള്ളതുകൊണ്ട് ഏതോ കുടിൽ വ്യവസായമായിട്ട് ഡൽഹിയിലോ ബോംബെയിലോ എവിടെയോ ഉണ്ടാക്കിയ ഒരു പന്ന സാധനത്തിനെയാണ് ഈ പൊക്കി പിടിച്ച് ഇതേപോലെ അമലാപ്പോളും ഒക്കെ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ജാസ്മിന് വേണമെങ്കിൽ അമലാപ്പോള് പറഞ്ഞിട്ടില്ല എന്ന് പറയാം. ഇതെവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അമലാപ്പോളിനെ നമ്മൾ അറിയുന്ന ഒരു ഫിലിം സ്റ്റാർ ആയിട്ട് അത് അത്രയ്ക്കേ ഉള്ളൂ, അങ്ങനെ അങ്ങ് എഴുത്തള്ളൂ. ആ സമയത്ത് ജാസ്മിൻ എന്ന് പറയുമ്പോഴത്തേന് എല്ലാവരും ഇപ്പൊ അത്ര സ്നേഹമില്ല, എല്ലാവരും ചേർത്ത് പിടിക്കുന്ന സ്വന്തം ഒരു അയൽക്കത്തെ വീട്ടിലെ കുട്ടി അല്ലെ സ്വന്തം ഒരു കൊച്ച് അങ്ങനെയൊക്കെ ഇപ്പോഴും അതുപോലെ സ്നേഹിക്കുന്നവരുണ്ട് ജാസ്മിന്, അതുണ്ട്. പക്ഷെ കുറെയെല്ലാം വെറുപ്പിച്ച് കളഞ്ഞായിരുന്നു. കാരണം ബിഗ് ബോസിൽ പോയതും പിന്നീട് അങ്ങോട്ട് കുറെ കാട്ടിക്കൂട്ടിയ നാടകങ്ങളും മൊത്തം അങ്ങോട്ട് ഇരുത്തുകയാണ്. ഒത്തിരി പേർക്ക് കുറെയൊക്കെ വെളിച്ചം വീണിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെയെല്ലാം വെറുപ്പായിട്ടുണ്ട്. എന്നാലും ഈ പുള്ളിക്കാരത്തി പറഞ്ഞാൽ വിശ്വാസത്തിലെടുത്ത് ആ സോപ്പ് വാങ്ങി ഉപയോഗിക്കുന്ന കുറച്ചു പേരെങ്കിലും ഇല്ലേ ഉണ്ട്. ജാസ്മിൻ പറയുന്ന പരസ്യം പ്രത്യേകിച്ച് ആരും മൈൻഡ് ചെയ്യില്ലെന്നാ കേട്ടിരിക്കുന്നത്. കാരണം ഡെയിലി ഇത് തന്നെ വ്ളോഗ് ഇടുവോ ഷോർട്ട് വീഡിയോ ഇടുവോ ഇതുപോലും ചെയ്യില്ലേലും ആടിങ്ങനെ ഇട്ടോണ്ടിരിക്കും. നമ്മൾ വളരെ കാര്യത്തിൽ ജാസ്മിന്റെ വ്ളോഗ് ഞാൻ അവിടെ പോയി ഞാൻ ഇവിടെ പോയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ വളരെ ഇതായിട്ട് കേട്ടിരിക്കുമ്പോൾ അതിന്റെ ലാസ്റ്റ് എത്തുമ്പോഴത്തേന് ജാസ്മിൻ ഒരു പരസ്യമായിരിക്കും പറയുന്നത്. മുഖത്തെ അത് മാറാൻ, മുഖത്തെ ഇത് മാറാൻ, മുഖം അങ്ങനെ ഇരിക്കാൻ, മുഖം ഗ്ലോയിലിരിക്കാൻ, അതിരിക്കാൻ ഇതിരിക്കാൻ എന്ന് പറഞ്ഞ് ലാസ്റ്റ് അത് പറയാം. അല്ലെ നമ്മളോർക്കും ആദ്യം പറഞ്ഞു വരുന്ന എന്തോ ഞാൻ അവിടെ പിന്നെ കൂട്ടുകാരിയായിട്ട് പോയായിരുന്നേ എന്നൊക്കെ പറഞ്ഞായിരിക്കും കഥ തുടങ്ങുന്നത്. സ്റ്റാർട്ടിങ് നമ്മൾ താല്പര്യത്തോടെ കേൾക്കുമ്പോഴാണ് ലാസ്റ്റ് മനസ്സിലാകുന്നത് വെറും പറ്റിക്കൽ നാടകമായിട്ട് വന്നത്. ഞാനിത് ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അമലാപ്പോളോ മറ്റുള്ളവരോ ആര് പറഞ്ഞാലും ഇത് ജാസ്മിൻ്റെ അടുത്ത് പറയാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു കാരണം. ആദ്യമേ ഞാൻ ഒരു കാലത്തും ഒരു നുണയും പറയത്തില്ല, അല്ലെ ഞാനത് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ആ പരസ്യം പറയൂ, ഞാൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറഞ്ഞ് DGPക്ക് കൊണ്ട് കേസ് കൊടുത്ത് ജനങ്ങളെ പറഞ്ഞവരെ വാടപ്പിക്കാൻ ശ്രമിച്ച ജാസ്മിൻ പിന്നീട് ഇപ്പോഴും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ശരിയല്ലല്ലോ. ഒരബദ്ധം ഒരിക്കൽ വന്നാണ്, കേസും ഒക്കെ ആയതാണ്. അപ്പൊ പിന്നീട് വരുന്ന പ്രോഡക്റ്റ് എത്രയോ യൂട്യൂബേഴ്സ് ഇവിടെ ഓരോ കമ്പനി സമീപിക്കുമ്പോൾ നിങ്ങൾ തന്ന സാധനം നിങ്ങൾ ഈ പറയുന്ന കാര്യമൊക്കെ ഉണ്ടോന്ന് ഞങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ബോധ്യമായ ഞാൻ ആ പരസ്യം പറയാം എന്ന് പറഞ്ഞു വിടുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതേപോലെ ജനങ്ങളെ പറ്റിക്കുന്നവർക്കെതിരെ എല്ലാം ഇവരൊക്കെ പറ്റിക്കുന്ന നമ്മളെ സോഷ്യൽ മീഡിയ വരുന്നത്. ഇപ്പൊ ഒരു AC ചെറുത് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ അതൊക്കെ പറ്റിയാണ് അതെല്ലാം എടുക്കുന്നത്. ഈ ഇതിന് കമ്മീഷൻ മേടിച്ച് പരസ്യം ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അവർക്കിട്ടൊക്കെ എപ്പോഴും പണി കൊടുക്കുന്ന ഒരു പയ്യനുണ്ട്, ആ പേര് ഞാൻ നോക്കുന്നത്. ആ പയ്യൻ പറയുന്ന കേൾക്കുന്നത് ഈ സോപ്പിനെ പറ്റി പറയുന്ന കേക്ക് കളഞ്ഞാലും സയന്റിഫിക് അനാലിസിന് ശേഷവും അതേപോലെ തന്നെ ഒത്തിരി ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഉള്ള എന്റെ ഒരു റിവ്യൂ വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇതിന്റെ A to Z ഡീറ്റെയിൽസ് കിട്ടും. ഇത് വാങ്ങണോ വേണ്ടോ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ആദ്യം തന്നെ ഇവരെ സോപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഐ ഹാവ് എ PhD ഇൻ റിമൂവിംഗ് ടാൻ അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ടാൻ എന്ന് പറയുന്ന ആ ഒരു കോട്ട്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ PhD എന്ന് പറയുന്ന സാധനം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഡിഗ്രിയാണ്. അതായത് ഒത്തിരി വർഷത്തെ ഒരാളുടെ ഹാർഡ് വർക്ക് റിസർച്ചിനൊക്കെ ശേഷം കിട്ടുന്ന ഒരു സാധനമാണ്. അല്ലാതെ ഒരു സോപ്പിന് കൊടുക്കാൻ പറ്റുന്നതല്ല, അതൊരു മനുഷ്യനെ കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷേ ഈ സോപ്പിന് PhD കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സോപ്പ് പോയി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചെടുത്ത സാധനമാണെന്നാണ് അർത്ഥം. വിച്ച് ഇസ് നോട്ട് പോസിബിൾ. ഇത് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടിയും ഇത് അവരുടെ ആ സോപ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുമ്പോൾ ഇൻഡയറക്ട്ലി ആൾക്കാരുടെ മനസ്സിലേക്ക് ഇവർ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്റെ സോപ്പ് ഈ സോപ്പ് ഗർ സോപ്പ് എന്ന് പറയുന്ന സോപ്പ് ടാൻ റിമൂവലിൽ ഒരു അഗ്രഗണ്യനാണ്, അഥവാ എന്തോ ഒരു എക്സ്പേർട്ട് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഐ ഹാവ് എ PhD ഇൻ ടാൻ റിമൂവൽ അല്ലെങ്കിൽ റെഡ്യൂസിംഗ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. സോ ആൾക്കാരുടെ മനസ്സിലേക്ക് ആ ഒരു എക്സ്പേർട്ട് ആണെന്ന് ഉള്ള ഒരു ഇംപ്രഷൻ കുത്തിവെക്കാൻ വേണ്ടിയിട്ട് വിച്ച് ഇസ് നോട്ട്. ശരിക്കും അവിടെ കൊടുത്തേക്കുന്ന ആ ഒരു ലൈൻ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു ലൈൻ തന്നെയാണ്. കാരണം ആൾക്കാരുടെ മനസ്സിലേക്ക് ഇല്ലാത്ത ഒരു പ്രതീക്ഷ തരുന്ന ഒരു ലൈനാണ്. അതങ്ങനെ കൊടുക്കാൻ പാടില്ല. ശരിക്കും ഒരു അഡ്വർടൈസ് ചെയ്യാന്ന്
എന്ന് പറഞ്ഞാണെങ്കിലും. എനിവേ അവരുടെ സോപ്പിന്റെ പെട്ടിയിൽ ഫസ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന സാധനം തന്നെ ഒരു ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ലൈനാണ്, അല്ലാതെ ഒരു ഉള്ള ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. ഇതൊരു ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയുന്ന കാര്യമായിരിക്കും. ബട്ട് സ്റ്റിൽ വാഷിലൊക്കെ റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടി എന്ന് പറയുന്ന ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. സോ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഈ കാര്യം ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ ടാൻ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നിങ്ങൾ അറിയണം. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒത്തിരി വീഡിയോസിലായിട്ട്. ടാൻ എന്ന് പറയുന്നത് ഒരു ചെളിയല്ല, അതായത് ഇവർ ഈ മാർക്കറ്റിംഗിന് വേണ്ടി കാട്ടുന്ന പോലെ കഴുകി കളയാൻ പറ്റുന്ന ഒരു ചെളിയോ കാര്യങ്ങളോ അല്ല. നമ്മുടെ സ്കിൻ ആക്ച്വലി സണ്ണുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോൾ അത് മെലനിൻ എന്ന് പറയുന്ന ഒരു സാധനം പുറപ്പെടുവിക്കും. ആ ഒരു സാധനത്തിനെയാണ് നമ്മൾ ഈ ടാൻ എന്ന് വിളിക്കുന്നത്. സോ അവിടെ തന്നെ നിങ്ങൾ കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിച്ച് നോക്കുക. ഇനിയെങ്കിലും ഒരൊറ്റ വാഷിൽ ടാൻ റിമൂവ് ആയി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തം വരുമ്പോൾ മനസ്സിലാക്കി കൂടുക അവൻ നിങ്ങളെ പറ്റിച്ച ഒരു സാധനം. ഇതങ്ങനെ ഒത്തിരി പറഞ്ഞു പോകുന്നുണ്ട്. എന്താണെങ്കിലും ഇങ്ങനത്തെ സോപ്പുകളെല്ലാം പറ്റീരാന്ന് വളരെ തെളിവോടുകൂടി ഇവരൊക്കെ സംസാരിക്കുന്ന ഡോക്ടർമാരും സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ജനങ്ങളുടെ കാശ് പിടുങ്ങിയിട്ട് അത് വെച്ച് ടൂറ് എടുക്കുകയൊന്നും ചെയ്താൽ അതൊന്നും ശരിയാവില്ല. അപ്പൊ ജാസ്മിൻ ഈ പറ്റീര് പരിപാടി നിർത്തണമെന്നേ ഉള്ളൂ. ബാക്കിയുള്ള സെലിബ്രിറ്റീസ് ഒക്കെ നടത്തിക്കോട്ടെ, അത് അവര് പറയുന്ന പരസ്യം എന്ന് കരുതി ജനങ്ങൾ തള്ളും. ജാസ്മിൻ ഈ പരിപാടി നിർത്തണമെന്നൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. കാരണം എത്രയോ കാര്യമായി ഇതേപോലെ തന്നെ ഫേക്ക് പ്രോഡക്റ്റ് തന്നെ ജാസ്മിൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി ജാസ്മിൻ നിർത്തേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാം. കാരണം പുള്ളിക്കാരത്തിക്ക് അങ്ങോട്ട് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുകയല്ല. ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് തർക്കിക്കും. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ ജാസ്മിൻ പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.